ഇനി ഇത്തവണ നമ്മൾ പട്ടുകൂറ്റൻ സിക്സറുകളും ബൗണ്ടറികളും ഒക്കെ നിരന്തരം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആരാണ് ഈ സിക്സറുകൾ കൂടുതൽ നേടിയ താരങ്ങൾ എന്ന് നമുക്ക് ഈ പട്ടിക ഒന്ന് നോക്കാം. ആ പട്ടികയിൽ ആദ്യമുള്ളത് നിക്കോളാസ് പൂരനാണ്. നിക്കോളാസ് പൂരൻ നോക്കൂ, 357 റൺസ് 7 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 31 സിക്സറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. നിക്കോളാസ് പൂരൻ. രണ്ടാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ വരുന്നു, പഞ്ചാബിന്റെ നായകൻ. അദ്ദേഹം 6 മത്സരങ്ങൾ കളിക്കുന്നു, 250 റൺസ് 20 സിക്സർ, 11 സിക്സറിന്റെ വ്യത്യാസമുണ്ട് അദ്ദേഹവും നിക്കോളാസ് പൂരനുമായിട്ട്. മൂന്നാം സ്ഥാനത്തേക്ക് മറ്റൊരു ലക്നൗ താരം എത്തുകയാണ്, മിച്ചൽ മാർഷ്. അദ്ദേഹം 6 മത്സരങ്ങൾ 295 റൺസ്, അദ്ദേഹത്തിന്റെ 17 സിക്സറുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു. പഞ്ചാബിന്റെ മറ്റൊരു താരം പ്രിയാൻ ഷാരിയ നമ്മൾ കണ്ടു. അദ്ദേഹം 6 മത്സരങ്ങൾ 216 റൺസ്, അതിൽ 16 സിക്സറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അഞ്ചാം സ്ഥാനത്തെത്തുമ്പോൾ അജിങ്ക്യ രഹാനെ, KKRന്റെ ക്യാപ്റ്റൻ, 7 മത്സരങ്ങൾ 221 റൺസ് അജിങ്ക്യ രഹാനെ നേടുന്നു, 14 സിക്സറുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന്. ബൗണ്ടറി നേടിയ, ഫോറുകൾ നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാണ്. സായ് സുദർശന്റെ പേരാണ് ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. 6 മത്സരങ്ങൾ അദ്ദേഹം കളിക്കുന്നു, 329 റൺസിൽ 31 4 അദ്ദേഹം നേടിയിട്ടുണ്ട്, ബൗണ്ടറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് മിച്ചൽ മാർഷിന്റെ പേര് നമുക്ക് കാണാം. അദ്ദേഹം 30 ബൗണ്ടറികൾ അദ്ദേഹം നേടുന്നു. ട്രാവിസ് ഹെഡ് മൂന്നാം സ്ഥാനത്തുണ്ട്, അദ്ദേഹം 30 ബൗണ്ടറികൾ അദ്ദേഹം നേടുന്നു. നാലാം സ്ഥാനത്തേക്ക് നിക്കോളാസ് പൂരൻ വീണ്ടും 28 ബൗണ്ടറികൾ അദ്ദേഹം നേടുന്നു. ഫിൽ സോൾട്ട് അഞ്ചാം സ്ഥാനത്ത്, RCBയുടെ ഓപ്പണർ, അദ്ദേഹം 25 ബൗണ്ടറികൾ അദ്ദേഹവും നേടുന്നു. ഇതാണ്. അപ്പോൾ വീണ്ടും ബൗണ്ടറികളും സിക്സറുകളും ഇങ്ങനെ പിറക്കുകയാണ്. ഈ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നിക്കോളാസ് പൂരൻ വലിയ വ്യത്യാസത്തിൽ മുന്നിലുണ്ട് എന്നുകൂടി നോക്കണം. പോയിന്റ് പട്ടിക നമുക്ക് നോക്കാം. ഡൽഹി ഇന്നലെ കുതിച്ചെത്തിയിരുന്നു പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക്. അങ്ങനെയെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഗുജറാത്ത് എത്തുന്നു. ഗുജറാത്ത് 6 മത്സരങ്ങൾ 4 ജയം 2 തോൽവി, ഒപ്പം 8 പോയിന്റിലേക്ക് എത്തുന്നു. ഡൽഹി 6 മത്സരങ്ങളിൽ നിന്ന് 5 ജയം, ഒരേ ഒരു തോൽവി മാത്രമാണ് അവർക്കുള്ളത്. 10 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് RCB, 4-ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ്, 5-ാം സ്ഥാനത്ത് ലക്നൗ, 6-ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, 7-ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ്, 8-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്, 9-ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, 10-ാം സ്ഥാനത്ത് 7 മത്സരങ്ങൾ 2 ജയം മാത്രമുള്ള ചെന്നൈ സൂപ്പർ കിങ്സ്. ഓക്കെ, അപ്പോൾ പോയിന്റ് പട്ടിക കണ്ടു. ഇന്നത്തെ മത്സരത്തിലേക്ക് നമുക്ക് വാങ്കഡയിലേക്ക് നോക്കാം. സൺറൈസേഴ്സ് ഇറങ്ങുന്നു മുംബൈയെ അവരുടെ മടയിൽ നേരിടാൻ. രാത്രി 7:30 മത്സരം.